ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റി 7 and 8. We've already done the last 6 activities that were there in Module 2. Module 2 ബിഗിൻ ചെയ്യുമ്പം ഉണ്ടായിരുന്ന 6 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി 7ഉം ആക്ടിവിറ്റി 8ഉമാണ്. ഓക്കെ, so we'll begin activity 7. Your teacher will read to you the instructions given by the principal of AB College on the reopening day. Listen to her carefully and then answer the questions that follow. അതായത് നിങ്ങളുടെ ടീച്ചർ, നിങ്ങളുടെ അധ്യാപകൻ എന്താ ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ കോളേജിൽ നിന്ന് തന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ റൂൾസൊക്കെ റീഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടീച്ചർ പറയുന്നത് കെയർഫുള്ളി കേൾക്കുക, എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, so the first one, good morning everybody. On the beginning of the new academic year, I would like to inform you certain rules of the college. അതായത് എന്താണ്, പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ് ആണ് അക്കാഡമിക് ഇയറിൻ്റെ. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്, പുതിയതെല്ലാം റൂൾസൊക്കെ കോളേജിന് എന്താണ് അത് കൺവേ ചെയ്യുകയാണ്. ഓക്കെ, സോ എവ്രി വൺ മസ്റ്റ് കം ടു കോളേജ് ഓൺ ടൈം. എപ്പോഴും എല്ലാവരും കോളേജിൽ ടൈമിൽ വരണം. ലേറ്റ് കമേഴ്സ് ഷുഡ് ഗെറ്റ് റിട്ടൺ പെർമിഷൻ ഫ്രം ദ പ്രിൻസിപ്പൽ ടു എൻറ്റർ ദ ക്ലാസ്സസ്. അപ്പോൾ അതായത് നിങ്ങൾ ലേറ്റായിട്ട് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റിട്ടൺ പെർമിഷൻ കിട്ടേണ്ടി വരും പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ്സസിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്താണ്, സ്റ്റുഡൻസ് മസ്റ്റ് കം ഇൻ ഫുൾ യൂണിഫോം എവ്രി ഡേ. അതായത് സ്റ്റുഡൻസ് എന്താണ് ഫുൾ യൂണിഫോമിലാണ് എല്ലാ ദിവസവും വരേണ്ടത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, ദേ മേ പ്ലേ ഗെയിംസ് ഇൻ ദ ഗ്രൗണ്ട് ആഫ്റ്റർ കോളേജ് അവേഴ്സ്. അപ്പോൾ അവർക്ക് ഗെയിംസ് ഒക്കെ കളിക്കേണ്ട അനുമതി എപ്പോൾ ഇല്ലേ, കോളേജ് അവേഴ്സിന് ശേഷം മാത്രം. പിന്നെന്താണ്, സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ബ്രിങ് മൊബൈൽ ഫോൺസ് ടു ദ ക്യാമ്പസ്. അതായത് സ്റ്റുഡൻസിന് മൊബൈൽ ഫോൺസ് ക്യാമ്പസിലേക്ക് കൊണ്ടുവരേണ്ട പെർമിഷൻ ഇല്ല. The college building, classrooms, corridors and the premises need to be kept clean and tidy. അതായത് കോളേജ് ബിൽഡിംഗ്, ക്ലാസ് റൂംസ്, കോറിഡോർസ്, പ്രിമൈസസ് എന്ന് പറയുമ്പോൾ കോളേജിൻ്റെ ക്യാമ്പസ് കാര്യങ്ങളൊക്കെ വൃത്തിയിലേ വെക്കാൻ പാടുള്ളൂ. എനി ഡാമേജ് കോസ്റ്റ് ടു ദ കോളേജ് പ്രോപ്പർട്ടി ഓട്ട് ടു ബി മെയ്ഡ് ഗുഡ്. അതായത് എന്തെങ്കിലും ഡാമേജ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ശരിയാക്കണം, നിങ്ങൾ തന്നെ റിപ്പയർ ചെയ്യണം. പേരൻസ് ഷുഡ് മീറ്റ് ദ ക്ലാസ് ടീച്ചർ അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത്. അതായത് പേരൻസ് എന്താണ് ക്ലാസ് ടീച്ചറിന് അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യം കാണണം. ദേ മേ കോൺട്രിബ്യൂട്ട് ബുക്സ് ടു ദ കോളേജ് ലൈബ്രറി വെൻ എവർ ദി സെലിബ്രേറ്റ് ഒക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജ് ലൈബ്രറിയിലേക്ക് ബുക്സ് ഡൊണേറ്റ് ചെയ്തോ. ഐ വിഷ് യു ഓൾ എ ഫ്രൂട്ട്ഫുൾ ആൻഡ് എൻറിച്ചിങ് അക്കാഡമിക് ഇയർ. അതായത് ലാസ്റ്റിൽ എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഫ്രൂട്ട്ഫുൾ, അതായത് ഭയങ്കര സക്സസ്ഫുള്ളും ഭയങ്കര നല്ലൊരു അക്കാഡമിക് ഇയർ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ലാസ്റ്റിൽ. ഇനി എന്താണ്, ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറയാം. ക്യാൻ സ്റ്റുഡൻസ് വെയർ കാഷ്വൽ ഡ്രസ് ടു കോളേജ്? നോ, ദേ മസ്റ്റ് വെയർ ദ യൂണിഫോം എവറി ഡേ. വാട്ട് ഷുഡ് ദ ലേറ്റ് കമേഴ്സ് ഡു? ലേറ്റ് കമേഴ്സ് ഷുഡ് ഗെറ്റ് റിട്ടൺ പെർമിഷൻ ഫ്രം ദ പ്രിൻസിപ്പൽ ടു എൻറ്റർ ദ ക്ലാസ്സസ്. ഓക്കെ, പിന്നെന്താണ്, when can the students play games? Students can play games in the ground after college hours. Okay, next എന്താണ്, how about mobile phones in the campus? Mobile phones are not allowed in the campus. Okay, students should not bring mobile phones in the campus. പിന്നെന്താണ്, what is the policy regarding damage to college property? അപ്പോൾ എന്താണ് പോളിസി, കോളേജ് പ്രോപ്പർട്ടി എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ എന്താണ് പോളിസിയാണ് എനി ഡാമേജ് കോസ്റ്റ് ടു ദ കോളേജ് പ്രോപ്പർട്ടി ഓട്ട് ടു ബി മെയ്ഡ് ഗുഡ്. അതായത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അത് നമ്മൾ തന്നെ ശരിയാക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഹൗ ഓഫൻ കെൻ പേരൻറ്റ്സ് മീറ്റ് ദ ക്ലാസ് ടീച്ചർ? പേരൻറ്റ്സിന് ക്ലാസ് ടീച്ചറിനെ എപ്പോൾ കാണാൻ പറ്റും, മാസത്തിൽ ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ റിക്വസ്റ്റ് ടു സ്റ്റുഡൻസ്? ഇത് റിക്വസ്റ്റ് അല്ല, സോറി, ദിസ് ക്വസ്റ്റ്യൻ ഇസ് റോങ്. വിഷ് എന്താണ് സ്റ്റുഡൻസിന് ചെയ്തത് എന്ന്. വാട്ട് ഈസ് ദ വിഷ് ടു സ്റ്റുഡൻസ്? ഓക്കെ, വിഷ് എന്താണ്, ദ ടീച്ചർ വിഷ് ദ സ്റ്റുഡൻസ് എ ഫ്രൂട്ട്ഫുൾ ആൻഡ് എൻറിച്ചിങ് അക്കാഡമിക് ഇയർ. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ആക്ടിവിറ്റി 8. ആക്ടിവിറ്റി 8ൽ എന്താണ് പറഞ്ഞുതരാം. So here are some signboards that you come across in daily life.
ട്രൈ ടു ഫൈൻഡ് ഔട്ട് വേർ ദേ ആർ സീൻ ആൻഡ് വാട്ട് ദേ മീൻ. അതായത് ഓരോ സൈൻ ബോർഡ് നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ആ സൈൻ ബോർഡിൻ്റെ അർത്ഥം അത് എവിടെയാണ് നമ്മൾ യൂഷ്വലി കാണുക, അത് എന്തുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് എന്താണ്? ഡോണ്ട് വാക്ക് ഓൺ ഗ്രാസ്. അപ്പോൾ ഡോണ്ട് വാക്ക് ഓൺ ഗ്രാസ് എവിടെയായിരിക്കും എഴുതിയിട്ടുള്ളത്? പാർക്കിലൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഗ്രാസിൽ, അതായത് പുല്ലിൽ നടക്കാൻ പാടില്ല. നെക്സ്റ്റ് നമുക്ക് ചെയ്യാം നോ പാർക്കിംഗ്. നോ പാർക്കിംഗ് എവിടെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? കുറേ സ്ഥലത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും നോ പാർക്കിംഗ് എന്ന്, പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ടെൻഡർ എക്സാക്ട് ചേഞ്ച്, അതായത് എക്സാക്ട് നിങ്ങൾ ചില്ലറ തന്നെ വെക്കണം. നമ്മുടെ അടുത്ത് ചില്ലറ ഉണ്ടാവില്ല. അത് യൂഷ്വലി ടിക്കറ്റ് കൗണ്ടേഴ്സിലൊക്കെയാണ് ഉണ്ടാവുക ഇത്, അല്ലേ? എവിടെ കാണാം നമ്മൾ? ടിക്കറ്റ് കൗണ്ടേഴ്സിൽ. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ചില്ലറ മാത്രമേ കൊടുക്കാവൂ, എക്സാക്ട് പൈസ മാത്രമേ നമ്മൾ കൊടുക്കാവൂ. നമ്മൾ ചില്ലറയ്ക്ക് വേണ്ടി വലിയ നോട്ട് കൊടുക്കാൻ പറ്റില്ല. നോ സ്മോക്കിംഗ്. നോ സ്മോക്കിംഗ് കുറേ സ്ഥലത്ത് നമ്മൾ കാണും, പക്ഷേ യൂഷ്വലി നമ്മൾ എവിടെ കാണുക? പബ്ലിക് ട്രാൻസ്പോർട്ട്സിലൊക്കെ നമ്മൾ കാണും നോ സ്മോക്കിങ്ങിൻ്റെ സൈൻ. അതിൻ്റെ മീനിങ് എന്താണ്? സ്മോക്കിംഗ് അലൗഡ് അല്ല, യു മസ്റ്റ് നോട്ട് സ്മോക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് എന്താണ്? ഫുട് വെയർ നോട്ട് അലൗഡ്, അതായത് നമുക്ക് ചെരുപ്പിടാൻ പറ്റില്ല. എവിടെയാണ് ഇത് കാണുക? അമ്പലത്തിലൊക്കെ കാണുമല്ലേ ഫുട് വെയർ നോട്ട് അലൗഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? യു മസ്റ്റ് നോട്ട് വെയർ ഫുട് വെയർ. ഓക്കെ, പിന്നെന്താണ്? നോ അഡ്മിഷൻ. നോ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നോ അഡ്മിഷൻ എന്ന് പറയുമ്പോഴാണ് ഇവിടെ ആർക്കും പെർമിറ്റ് ഇല്ല, ഇവിടെ ആർക്കും അഡ്മിറ്റ് ചെയ്യാൻ. ഇത് എവിടെയായിരിക്കും ഉണ്ടാവുക? നോ അഡ്മിഷൻ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ ഇങ്ങനത്തെ ബോർഡ് ഉണ്ടാവും, അഡ്മിഷൻ നോട്ട് അലൗഡ് എന്ന്, അതായത് നിങ്ങൾക്ക് കയറാനുള്ള അനുവാദം ഇല്ല, പെർമിഷൻ ഇല്ല. ലാസ്റ്റ്ലി സ്വിച്ച് ഓഫ് മൊബൈൽ ഫോൺസ്. സ്വിച്ച് ഓഫ് മൊബൈൽ ഫോൺസ് ഏറ്റവും കോമൺലി എവിടെയായിരുന്നു ഉള്ളത്? ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പോകുമ്പം എന്തായാലും എന്താണ്? മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറയില്ലേ, എയർപ്ലെയിൻ മോഡ് ഇടാൻ പറയില്ലേ? അപ്പം സ്വിച്ച് അതെവിടെയാണ് കാണുക? നമ്മൾ യൂഷ്വലി എയ്റോപ്ലെയിൻസിൽ കാണും, അല്ലേ? അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കണം എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേസ് ആക്ടിവിറ്റീസ്. താങ്ക് യു.